വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട് നീ വന്നിരിക്കാമോ. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തമ്മിൽ ഉണ്ടാവും തന്നെ ഒരു നൈറ്റ് വ്ലോഗാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ലുലുക്കാണ് പോയത്. ആരും സംശയിക്കേണ്ട, അതൊക്കെ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. കണ്ടില്ലേ, വെൽക്കം ചെയ്യണം. ഓണം ഇതിനൊക്കെ പ്രമാണിച്ചാൽ തോന്നുന്നു അവിടെ 50% ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഓണപ്പൂക്കളം കണ്ടിട്ടാണ്. ഞാൻ ആദ്യം ട്രോളിക്ക് എടുത്തിട്ട് ഇതായിരുന്നു കേട്ടോ, ലോങ് ലൈഫ് മിൽക്ക്. നമുക്കത് നിർബന്ധമാണ്, കാരണം ചായക്ക് ഇതില്ലാതെ പറ്റില്ല. പിന്നെ വെളിച്ചെണ്ണ, അതും നല്ല ഓഫറിലാണ്, അപ്പോൾ അതും എടുത്തിട്ടു കേട്ടോ. ഓണം പ്രമാണിച്ച് കുറേ മുറുക്കും ചിപ്സും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. പക്ഷെ നാട്ടിൽ നിന്ന് കൂടുന്ന തന്നെ വീട്ടിലുള്ളതുകൊണ്ട് വെറുതെ കൊണ്ടുവണ്ട അച്ഛനെ ഒന്നും വാങ്ങിയില്ല. പാലും എണ്ണയൊക്കെ ട്രോളി ഇട്ടിട്ട് കുട്ടികൾ അങ്ങനെ ചോക്ലേറ്റിൻ്റെ ഏരിയയിൽ കൂടെ നടക്കാൻ പോയപ്പോൾ എനിക്ക് പരിപ്പും ഉഴുന്നൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ആ ഏരിയക്ക് പോയി. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഈസ്റ്റേണിൻ്റെ എന്തോ buy 2 get 1 free എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ. അപ്പം മുൻപൊക്കെ ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പ്രൈസ് നോക്കിയാൽ എന്തോ എനിക്കറിയില്ല. ഇന്ന് ഞാൻ അവരുടെ പ്രൈസ് നോക്കിയപ്പോൾ ഈസ്റ്റേണിൻ്റെ 1 കിലോ ഉഴുന്നിന് 17.25, ലുലുവിൻ്റെ 800 ഗ്രാം ഉഴുന്നിന് 7.90, അതായത് 8 ദിർഹംസ് ഡിഫറൻസ് നോക്കി നോക്ക്. അപ്പോൾ പിന്നെ എന്ത് buy 2 get 1 free. ഞാൻ ഒന്നും നോക്കാതെ ലുലുവിൻ്റെ എടുത്തിട്ടാ. പിന്നെ ജീരകവും തന്നെ ഈസ്റ്റേണിൻ്റെ 8.25, ലുലുവിൻ്റെ 4.75, അതും ലുലുവിൻ്റെ തന്നെ എടുത്ത് പോന്നു. മുൻപെപ്പോഴൊക്കെ ഞാൻ ഈ ഓഫറൊക്കെ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു buy 2 get 1 free. അപ്പോൾ അന്ന് എന്തുണ്ടായെന്ന് എനിക്ക് അറിയണില്ല, ചിലപ്പോൾ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവർക്കും. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് പേസ്ട്രീസിൻ്റെ ഭാഗത്തേക്ക് എത്തി. ആദ്യം കേക്കിൻ്റെ അതിനെ കുറച്ച് കടന്ന് കറങ്ങി. പിന്നെ അമ്പൂന് മാക്രോൺ മതി പറഞ്ഞിട്ട് അത് വാങ്ങി. അതൊരു 100 ഗ്രാമിൻ്റെ 6 ഒരു സെറ്റ്, എല്ലാ കളറും മിക്സാക്കി വാങ്ങി. ഹേസു പിന്നെ എന്തൊക്കെയാണ് അതൊന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആന്നും പറഞ്ഞിട്ട് അവിടെ നിർത്തി. ഇന്നെന്താണെന്ന് അവൾ വല്ലാതെ ഇട്ടിട്ട് വട്ടം കറക്കിയിട്ടില്ല കേട്ടോ. മറ്റേത് എങ്ങോട്ടെങ്കിലും ഓടും, നമ്മൾ ഇതിനാണെങ്കിൽ അവൾ അതേനെ ഓടും. അച്ഛൻ പിന്നെ വേറെ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇവിടുന്ന് മാക്രോണും കഴിക്കിട്ട് നമ്മൾ നേരെ പച്ചക്കറിയുടെ സെക്ഷനിൽ പോയി. അവിടുന്ന് ബില്ലാക്കണ നേരത്തെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ നോക്കിയിട്ട് മത്തനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുമ്പോഴാണ് അതിനതാ ഓണച്ചന്ത പറഞ്ഞിട്ട് വേറെ ഒരു ഏരിയ, നല്ല വില കുറവില്. പക്ഷെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നേരെ കയറാൻ പറ്റിയില്ല, കാരണം ഇവിടെ ഒരാൾ അപ്പത്തിന് ഓടായിരുന്നു. കൈ കിട്ടി 1-2 സാധനം വേഗം പോയി എടുത്തിട്ട് ബില്ലാക്കി പിന്നെയും ഇങ്ങോട്ട് പോന്നു. പിന്നെ ഫ്രോസൺ ഐറ്റംസ് ആയിരുന്നു, സോസേജ്, ചിക്കൻ, പാക്കറ്റ് പൊറോട്ട, നഗറ്റ്സ് ഒക്കെയാണ് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വേറൊരു ഷോർട്സിൽ ഇട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പു ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഐസ് ക്യൂബ്സിൻ്റെ പാക്കറ്റ് കാണുന്നത്. ഞാൻ പറയുന്നത് ഇതും വിൽക്കുമോ, ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നല്ലേ എന്നൊക്കെ. ഞാൻ പറഞ്ഞു അതല്ല, അവർ പുറത്ത് എന്തെങ്കിലും പ്രോഗ്രാംസോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കണമായിരിക്കും പറഞ്ഞു. പിന്നെ ബില്ലിംഗ് കൗണ്ടറിൽ എല്ലാം കാക്കോന്ന് സമർപ്പിച്ച് ഞാൻ അവിടെ നിന്ന് കുട്ടികളുടെ അടുത്തേക്ക് പോയി. ഇനി അവിടെ എനിക്ക് വലിയ റോളൊന്നുമില്ലല്ലോ, കുട്ടികളുടെ പെറ്റ് ഷോപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അക്വാരിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് എനിക്ക് നല്ല ഇഷ്ടമായി അത് കേട്ടോ. ഇന്ന് വരുമ്പോൾ തന്നെ അമ്പു പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പുവിന് ലുലുത്തെ ഫുഡ് ഹബിന്ന് മസാല ദോശയൊക്കെ മതിയെന്ന്. പക്ഷേ അച്ഛന് KFC മതി പറഞ്ഞു. അച്ഛൻ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ ദോശ കഴിക്കില്ല, എന്തിനാ പുറത്തുനിന്ന് ദോശ കഴിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ അവൻ KFC വാങ്ങിയതാണ് കേട്ടോ. അത് ബർഗറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിവിടെ ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ട് അമ്പു ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ബോറടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇരുന്ന നല്ലൊരു വ്യൂ ആയിരുന്നു, നേരെ മേലെ എന്താ പറയുക മൂണൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ. അമ്പു ബോറടിച്ചിട്ട് അങ്ങനെ അമ്പുലിമാമനെയും നോക്കിയിരുന്ന് ഫുഡ് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരുന്നു. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട് നീ വന്നിരിക്കാമോ എന്റെ കോമളമുഖത്ത്. വെയിറ്റ് ചെയ്ത് ബോറടിച്ചപ്പോൾ അവൾ അച്ഛൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് കഴിക്കാൻ തുടങ്ങിട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഞാൻ ചിക്കൻ മക്കാനി ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നത്, എന്തായാലും ഞാനത് ഓർഡർ ചെയ്തു. അമ്പൂന് മസാല ദോശ, കാക്കൂന് ഗീ റോസ്റ്റ്. ഹേസുവിന് ഇതിൽ ലുക്കിൽ ഇഷ്ടമായത് ഗീ റോസ്റ്റാണ് തോന്നുന്നു. അവൾ ആദ്യം തന്നെ ആ പ്ലേറ്റ് എടുത്തത്. എന്തായാലും എനിക്ക് എൻ്റെ ദോശ നല്ല ഇഷ്ടമായിട്ടോ. ചിക്കൻ മക്കാനി ദോശ നല്ല മസാലയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ അവരുടെ ദോശയുടെ മാവിന് തന്നെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു ടേസ്റ്റാണത്. പിന്നെ ചോറും ബിരിയാണി ഒഴികെ വേറെ എന്തിനു കൂടി എനിക്ക് നിർബന്ധമായിട്ടുള്ള സാധനം ഉണ്ടത് ചായ. 2 സിപ്പ് എടുത്തതിന് ശേഷം എനിക്ക് മധുരം കുറവായി തോന്നി. ഞാൻ അവിടെ പോയിട്ട് അവരെയും കൊണ്ട് മധുരം ഇടിപ്പിച്ചു കിട്ടോ. സാധാരണ എവിടുന്ന് അതിൻ്റെ ആവശ്യം വരാറില്ല, ഇന്നെന്താണെന്നാവോ നല്ല കുറവായി തോന്നി. പക്ഷെ എൻ്റെ മോളൊരു കുഴപ്പമില്ലാതെ കുടിച്ചു, അതാണ് വിറ്റ്. പിന്നെ വീട്ടിൽ നിന്ന് സുലൈമാനിയുടെ ആളാണ്, പക്ഷെ പുറത്ത് പോയി അവൾ പിന്നെ എല്ലാവരും കൂടെ പാൽ ചായ കുടിക്കുക. പിന്നെ ഓരോ ദോശ ആർക്കും കലങ്ങിയില്ലെങ്കിലോ ആർക്കെങ്കിലും വേണ്ടി വന്നാലും വിചാരിച്ചിട്ട് ഒരു 2 ചിക്കൻ സമൂസയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വെറുതെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ടേബിളിൽ പരത്തിയിടാതെ ഒക്കെ നല്ല വൃത്തിയിൽ വെച്ചെടുത്തിട്ട് ഞാൻ പോകുന്നത് കേട്ടോ, കാരണം അവർക്ക് ഒന്നുകൂടി എളുപ്പമാവുമല്ലോ. അമ്പൊന്ന് ഷോളിട്ടത് അവളുടെ ഇഷ്ടത്തിനാട്ടോ. അവൾ പുറത്തിറങ്ങുമ്പോൾ ഇട്ട് ചോദിച്ചു, ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങിയ പിന്നെ അവിടെയുള്ള ചെറിയൊരു പ്ലേയിങ് ഏരിയ ആണ് കേട്ടോ, ഈ കോയിനൊക്കെ ഇട്ട് കളിക്കുന്നത്. അപ്പോൾ ഹേസുവിന് പറ്റിയതുണ്ട്, അച്ഛനും അമ്പൂനും പറ്റിയതുണ്ട്. ഹേസുവിന് ഇങ്ങനത്തെ കോയിനിട്ട് കളിക്കണം, 1-2 റൈറ്റ്സിൽ കയറ്റിയിട്ട്. പിന്നെ അച്ഛനും അമ്പൂനും ടോയ്സൊക്കെ എടുക്കണം, ഇങ്ങനെ കോയിൻ ഇട്ടിട്ടുള്ള സംഭവമാണ്. കഴിഞ്ഞ 1-2 പ്രാവശ്യം കളിച്ചപ്പോഴൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടോയ്സൊക്കെ. പക്ഷേ ഇപ്രാവശ്യം അവർ പ്ലിങ്ങായി. പിന്നെ കാക്കു വന്നിട്ട് കളിച്ചിട്ടാണ് അതിന് 1 കിട്ടിയത്. അത് പിന്നെ നേരെ ഹേസിൻ്റെ കയ്യിലേക്കും പോയി. സത്യം പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കലോ ചടങ്ങാണ് കേട്ടോ. അതിന് മാത്രമുള്ളൊരു എഡിറ്റിംഗ് ഒന്നും ഞാൻ ചെയ്യണമില്ല, വെറുതെ ടൈം കളയുക. എന്തായാലും സാരമില്ല.
പിന്നെ വീട്ടിലെത്തിയ പിന്നെ സാധനങ്ങൾ ഒതുക്കി വെക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തൊരു മോതിരം മിഠായി അത് ഹേസുവിൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കട്ടോ. ആ മിഠായി ടേസ്റ്റ് ചെയ്തപ്പോൾ ചെറുപ്പത്തിൽ എന്തോ ഒരു ഓർമ്മ വന്നിട്ടാ. പണ്ട് കുറേ ക്യാൻഡീസിൽ ഈ ടേസ്റ്റ് പിന്നെ ഫ്രീസർക്കൊക്കെ ഓരോന്നും ഇങ്ങനെ കയറ്റി വെക്കായിരുന്നു. ചിക്കൻ നഗറ്റ്സ് സോസേജ് അങ്ങനെ ഓരോന്ന്. പിന്നെ ആ പാക്കറ്റ് പൊറോട്ട ഇപ്രാവശ്യം നമ്മൾ ലുലുവിനെ വാങ്ങിയിട്ടുള്ളത്, സാധാരണ ഐഡിയുടെ വാങ്ങാറ് കേട്ടോ. അപ്പോൾ ഒന്ന് ഒതുക്കി വെക്കാന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ ഒരാൾ സമ്മതിക്കണമെന്നല്ല, അതും അതിൻ്റെ 2 കുട്ടികളും പാടെ കരഞ്ഞോണ്ട് നിൽക്കുക. അപ്പോൾ പിന്നെ വേഗം അവർക്ക് ആദ്യം സോസേജ് ഇട്ട് കൊടുത്തു. അതോ ഡോറ് തുറക്കാൻ പറ്റില്ല, നമ്മൾ ഡോറ് തുറന്നാൽ അപ്പോൾ കറങ്ങോണ്ട് നിൽക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ 2 എണ്ണം എപ്പോഴും ആ ഡോറിൻ്റെ ഉണ്ടാവും. എപ്പോഴാണ് ആ ഡോറ് മേലും ആവുക. കഴിക്കണേൽ ഇത്തിരി ആക്രാന്തം കൂടിയിട്ടാണ് എന്താണാവോ ഒരു കുട്ടിപ്പൂച്ച കടന്ന് ഒച്ചുണ്ടാക്കായിരുന്നു കഴിക്കൽ കഴിഞ്ഞപ്പോൾ. അതിൻ്റെ തൊണ്ടയിലിട്ട് കുടുങ്ങിയോ വിചാരിച്ചാൽ ഞാൻ പേടിച്ചു. ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ മിഠായിക്കൊക്കെ പുതിയൊരു സ്ഥലം കണ്ടെത്തി, അതൊക്കെ നേരെ ഒതുക്കി വെച്ച്. കാരണം സാധാരണ സ്ഥലത്ത് നിന്ന് ഹെയ്സ് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പിന്നെ സേഫ് അല്ലേ വെച്ചിട്ട് ഈ അലമാരക്ക് ലോക്കില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആണിയൊക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയിരിക്കുന്നത്. അവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാമല്ലോ ഇങ്ങനെ ഓരോ ഹോളാക്കിയിട്ടുള്ള ബാങ്കിൽ മുന്നേ ഇങ്ങനെ കുറേ ആണി കുത്തിയതാ തോന്നുന്നു. ഞാനാണെങ്കിൽ വലിയൊരു ആണി എടുത്തിട്ട് വരുന്നത്. അപ്പോൾ കാക്ക വന്ന് ഇതുകൊണ്ടല്ല ഈ ചെറുതുകൊണ്ടാണ് പറഞ്ഞിട്ട് പിന്നെ ചെറിയ ആണി കൊണ്ട് അങ്ങനെ അത് സെറ്റാക്കി വെച്ചു. ഇത് പിന്നെ ഹെയ്സുവിൻ്റെ ഫേവറേറ്റ് കേട്ടോ, സ്ട്രോബെറി. അവിടെ ചെന്നത് അവൾ എങ്ങനെയെങ്കിലും അത് കണ്ടെത്തി അവളത് വാങ്ങിപ്പിക്കും. നമ്മൾ മറന്നാലും അവൾ മറക്കൂല. അങ്ങനെ ബാക്കിലും സെറ്റ് ചെയ്ത് ഈ 2 വെളിച്ചെണ്ണ അവിടെ വെക്കുമ്പോൾ നാട്ടിലത്തെ വെളിച്ചെണ്ണ അത് തലയിൽ തെക്കാൻ വേണ്ടി നല്ല പച്ച വെളിച്ചെണ്ണ മാറ്റി വെച്ചതാണ്. ഓരോരോ തിരക്കിൽ ഇഡ്ഡലിക്ക് അരക്കാൻ ഒന്ന് വൈകിപ്പോയി. എന്തായാലും അത് അരച്ച് ഞാൻ അത് നല്ലോണം മിക്സ് ചെയ്യാൻ അങ്ങനെ കേട്ടോ മിക്സ് ചെയ്യാം. നല്ല ക്ലീൻ ആൻഡ് ടൈഡി കൈയാണ് കേട്ടോ. പിന്നെ ഹേസുവിൻ്റെ ഫുഡ് അത് പിന്നെ വല്ലാതെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. പിന്നെ അമ്പൂൻ്റെ മാക്രോൺ അത് ആദ്യം അവർ ടേസ്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അതിപ്പോൾ ഇതാ വീണ്ടും എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഇതാ ഫ്രിഡ്ജിലത്തെ ഭൂതം അത് ഞാൻ പിന്നെ വേറെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കാര്യമൊക്കെ ഷോർട്സിലിട്ടിട്ടുണ്ട്. പിന്നെ ഹേസുവിന് സ്ട്രോബെറിയും കൂടി മുറിച്ച് കൊടുത്ത് ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞ് 7 മിനിറ്റിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതുവരെ കണ്ടവർ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഉണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. എന്തായാലും പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.